ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് 360 വ്യൂ ക്യാമറയുടെയും പിന്നെ നമ്മുടെ ബ്ലോപങ്ക് FT ലോഡ് ഡയൽ 900ൻ്റെയും ഒരു റിവ്യൂ ആണ്. ഓൾമോസ്റ്റ് നമ്മളൊരു 4 months to 5 months ആയി ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 months plus ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ച് കമൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട്, സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇതിനെക്കുറിച്ച് എല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് OnePlus 60യുടെ കുറച്ച് ഓൾഡ് ഫോണാണ്. അത് എത്ര സമയം എടുക്കും ഇതിൽ കണക്ട് ആവാൻ, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ടച്ച് ഒക്കെ വർക്ക് ആവുന്നത്, പിന്നെ വീഡിയോ എങ്ങനെയാണ്, അതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വീഡിയോസിൻ്റെ ക്വാളിറ്റി, ഈവൻ ഞാൻ സൈഡ് മിററിൽ വെച്ചിട്ടുള്ള ക്യാമറാസിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതും അത് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് എത്ര നേരം എടുക്കുന്നുണ്ട് കണക്ട് ആവാൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഞാനിപ്പോൾ ഫോണിൽ ബ്ലൂടൂത്ത് ഓൾറെഡി ഓൺ ആണ്. ഇപ്പോൾ നമ്മളിത് ഇഗ്നിഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ ഇത് കണക്ട് ആവേണ്ടതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചാവി ഇട്ടു, ഇഗ്നിഷൻ കൊടുത്തു, സിസ്റ്റം ഓണായി വന്നിട്ടുണ്ട്. ഓണോടുകൂടി തന്നെ സിസ്റ്റം കണക്ട് ആയി. ഇതിപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് കണക്ട് ആയതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ മാപ്സും പിന്നെ ആമസോൺ മ്യൂസിക്സിൻ്റെ ഇതാണ് ഞാനിപ്പോൾ കൊടുത്തു വെച്ചിട്ടുള്ളത്. അതെല്ലാം കണക്ട് ആയി ബൈ ഡിഫോൾട്ട്. അത്ര സമയം നമുക്ക് ആകെ കൂടിയിട്ട് എടുത്തിട്ടുള്ളൂ. ഇത് ഒരു ആഫ്റ്റർ ഒരു 5-6 monthsൻ്റെ തമിഴിൽ പോലും ഇത് നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. ഇനീഷ്യലി എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കണക്ട് ആവാൻ വേണ്ടിയിട്ട്. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിലെ ആൻഡ്രോയിഡ് ഓട്ടോൻ്റെ കണക്റ്റിൻ്റെ സോഫ്റ്റ്വെയറിൽ എന്തോ ഒരു അപ്ഡേറ്റ് വരാണ്ടായിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്തോട് കൂടിയിട്ട്, അപ്ഡേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു കണക്ഷനൊക്കെ ഫാസ്റ്റായി. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ല. ഇപ്പം നമ്മൾ ഹോമിൽ പോയി ഇപ്പം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുവിധം ഇപ്പോൾ ഫയൽസ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു സൗണ്ട് ഒരു ഇതുണ്ട്. ആ സൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ നമുക്ക് സിസ്റ്റം റെസ്പോൺസൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിലുള്ള ബട്ടൺസ് തന്നെ ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ അത് ആൻഡ്രോയിഡ് ഓട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ട് ആവും. ഹോം കണക്ട് ചെയ്തു. സെറ്റിങ്സ് ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ടച്ച് ആക്കണം, അത്രമാത്രം. സെറ്റിങ്സുകൾ എല്ലാതും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. റെസ്പോൺസ് എല്ലാം വളരെ ക്വിക്ക് തന്നെയാണ്. ഒന്നും നമുക്കതിലൊന്നും ഒരു ഇതൊന്നും പറയാനൊന്നുമില്ല. ഈക്വലൈസർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എല്ലാതും ഒരുവിധം റെസ്പോൺസ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കണക്ട് ആവുന്നത്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇപ്പോൾ ഫയൽസിൽ അല്ലെങ്കിൽ വീഡിയോൻ്റെ ഒരു ഇതുണ്ട്, അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ നടന്നിട്ടുള്ളതും അതിൽ ഓരോ ഡേറ്റിനനുസരിച്ചിട്ടുള്ള റെക്കോർഡിങ്ങും എല്ലാതും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ റെക്കോർഡായി. ഞാനിതിലിപ്പോൾ 128 GB ഒരു പെൻ ഡ്രൈവാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലെല്ലാതും ഇപ്പോൾ അതിൽ സ്റ്റോറേജ് ഒരുവിധം കഴിയുകയാണെങ്കിൽ അതൊരു ഓൾമോസ്റ്റ് 3 monthsൻ്റെ സമയം എത്രയാണ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ അത് റെക്കോർഡ് ആവുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ മ്യൂസിക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, പിന്നെ നമ്മൾ ഒരിക്കലും ഇത് മൊബൈൽ ടച്ച് ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അത് ഞാൻ ഒരിക്കലും കണക്ട് ചെയ്യാൻ പറയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ റെസ്പോൺസ് എപ്പോഴും വളരെ ക്വിക്കാണ്. അത്രയും റെസ്പോൺസ് ഒരിക്കലും ഇതിന് കിട്ടാൻ ചാൻസ് ഇല്ല. എനിക്കറിയില്ല കിട്ടുമെന്നുള്ളത്, ഉണ്ടാകാൻ ചാൻസ് ഇല്ല. മൊബൈലായിട്ട് കമ്പയർ ചെയ്യരുത്. പക്ഷെ നമ്മൾ കാറിലുള്ള ഒരു സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ല റെസ്പോൺസാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലൊരു ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസ് എല്ലാം വരുന്നത്. ഇനി ഞാനൊരു കാര്യം ചെയ്യുന്നത്, മ്യൂസിക് എന്ന് പറഞ്ഞതിൽ നമ്മളിപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഒരു പ്രശ്നം. ജസ്റ്റ് ഒരു റേഡിയോ മ്യൂസിക് പ്ലേ ചെയ്യാം. മ്യൂസിക് എന്ന രീതിയിൽ എനിക്ക് ഒരുവിധം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൽ കിട്ടണത്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റോക്ക് ആയിട്ടുള്ള സ്പീക്കേഴ്സ് തന്നെയാണ്. ഞാൻ സ്പീക്കേഴ്സ് മാറ്റിയിട്ടില്ല. എൻ്റെ ഈ വെഹിക്കിൾ ഏകദേശം ഒരു 10 years ഓൾഡാണ്.
എന്നിട്ട് ഞാൻ ഇതിൻ്റെ സ്പീക്കറൊന്നും മാറ്റേണ്ടി വന്നില്ല. എങ്കിലും നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് എനിക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ കൂടുതൽ സൗണ്ട് ക്വാളിറ്റി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് സ്പീക്കേഴ്സ് ചേഞ്ച് ചെയ്യാം. നല്ല സൗണ്ട് ക്വാളിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ട് സ്പീക്കർ ചേഞ്ച് ചെയ്താൽ എന്തുകൊണ്ടും ക്വാളിറ്റി കൂടുക തന്നെയുള്ളൂ. അതിന് വലിയൊരു എമൗണ്ട് ഒന്നും വരണമൊന്നുമില്ല. 3,000-4,000 റുപ്പീസ് എത്ര കൊണ്ട് വരുന്നുള്ളൂ ഒരു നമ്മൾ സ്പീക്കർ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ സബ് വൂഫർ കണക്ട് ചെയ്യാൻ പറ്റും, അതും കണക്ട് ചെയ്യേണ്ടവർക്ക് കണക്ട് ചെയ്യാം. ഞാൻ സബ് വൂഫറൊന്നും വെച്ചിട്ടൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു ആ ഒരു ബീറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ പാട്ട് കേൾക്കണം ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ബീറ്റും ഇപ്പം ഉള്ള സ്റ്റോക്ക് സ്പീക്കറിൻ്റെ കൂടെ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. അത് നന്നായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ യൂസ് ചെയ്തിരുന്നത് മാരുതിയുടെ സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പഴയ ഏതെങ്കിലും വീഡിയോസിൽ ഉണ്ടായിരിക്കണം ആ ഒരു പഴയ ഒരു മ്യൂസിക് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്, ബിൽറ്റിന് വരുന്നത് തന്നെ. അതിനേക്കാൾ എന്തുകൊണ്ടും നല്ല പെർഫോമൻസും നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ആ സ്റ്റോക്ക് സ്പീക്കേഴ്സ് തന്നെ വെച്ചിട്ട് എനിക്ക് ഈ ഒരു സിസ്റ്റത്തിൽ കിട്ടുന്നത്. അപ്പോൾ അതൊരു ഗുണമാണ്. അത് ഞാൻ പറയാൻ ഒരു കാര്യം എന്നത്. പിന്നെ നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ മ്യൂസിക് മാത്രം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് ഇപ്പോൾ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. പിന്നെ ബ്രോഡ്കാസ്റ്റ് ഇതല്ലാതെ ഒരുവിധം നല്ല റെസ്പോൺസ് തന്നെയാണ് ഇതിനെല്ലാത്തിനും എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ചില ആപ്ലിക്കേഷൻസിന് ബാക്ക് ചെയ്ത് പോവാത്തതിന് കാരണം അതിന് ബാക്ക് ഓപ്ഷൻ ഇല്ല. നമ്മൾ ഹോം തന്നെ ക്ലിക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഓൾവേസ് നമുക്ക് ഈ ഒരു ഇതിങ്ങനെ സെലക്ട് ചെയ്യുന്ന നേരത്ത് ഒരു സൗണ്ട്, ഒരു പിക്ക് എന്നുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ആ സൗണ്ട് ഞാൻ വോളിയം റെഡ്യൂസ് ചെയ്യാനൊക്കെ നോക്കി, എനിക്ക് അറിയണില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഒന്നും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഓരോ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് വീഡിയോയിൽ വരികയാണെങ്കിൽ അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷെ ഒരുവിധം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇത് മൾട്ടി സ്ക്രീനായിട്ടും പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ ഒരു കാര്യം എനിക്ക് അത്ര താല്പര്യം വരാഞ്ഞത് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇത് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്തിടുകയാണെങ്കിലും ഇനി ആൻഡ്രോയിഡ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സിഗ്നലും റൈറ്റ് ഹാൻഡ് സിഗ്നലും നമ്മൾ കൊടുക്കുമ്പോൾ ആ വീഡിയോ അതിൽ ഡിസ്പ്ലേ ആവും. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള സിഗ്നലിൻ്റെ വീഡിയോയും ഇതിപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇതിൻ്റെ വീഡിയോയും ഇത് ഡിസ്പ്ലേ ആവും. അത് ഞാൻ പരമാവധി ട്രൈ ചെയ്തു ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കത് അത്ര ഒരു റിക്വയർഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ചിലർക്ക് അത് ആവശ്യമുള്ളതായിട്ടും ഉണ്ടാവാം, പക്ഷെ എനിക്കത് അത്രത്തോളം ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഇൻ കേസ് അത് ആവശ്യമുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഈ വീഡിയോൻ്റെ ഇവിടെ ഇതിൽ പോവുകയാണെങ്കിൽ 360 പോവുകയാണെങ്കിൽ ഇതിൽ 360 പോവുകയാണെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം. മീൻസ് നമുക്കതിന് ഏത് ക്യാമറ വേണമെങ്കിലും നമുക്കതിന് പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ഈ നമ്മൾ ഈ ലെഫ്റ്റ് സിഗ്നലും റൈറ്റ് സിഗ്നലും ഇടുന്ന നേരത്ത് നമുക്ക് ആ ഒരു വീഡിയോ ഇതിൽ വരുന്നത് ക്യാൻസൽ ചെയ്യാൻ പരമാവധി നോക്കി. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇൻ കേസ് ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും അതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാമെന്ന് അറിയാമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരുന്നു. കാരണം എനിക്കും അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തോട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കേബിള് കണക്ട് ചെയ്തിട്ടുണ്ട്, അത് കട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി കേബിൾസ് കട്ട് ചെയ്യാതെ പ്ലഗ് ആൻഡ് യൂസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനാണ് ഇതിനെല്ലാത്തിനും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സെറ്റ് തന്നെ യൂസ് ചെയ്യാനുള്ള കാരണം. നമുക്ക് ഒരു കേബിളും കട്ട് ചെയ്യേണ്ടത് ആവശ്യം വരുന്നില്ല, എല്ലാതും ആണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇൻഷുറൻസിനോ അല്ലെങ്കിൽ വാറണ്ടിക്കോ ഒന്നിനും ഒരു ഇതും വരില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമ്മളത് കമ്പനിയുടെ തന്നെ ചോദിക്കണം. പക്ഷെ ഒരിക്കലും കേബിൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇൻഷുറൻസിനാണെങ്കിലോ അല്ലെങ്കിൽ വാറണ്ടിക്കാണെങ്കിലോ ഇഷ്യൂസ് വരുന്നത്. അല്ലാത്ത പക്ഷേ ഇഷ്യൂസ് വരില്ല എന്നുള്ളതാണ് എല്ലാവരും പറയണം. അതുകൊണ്ട് ആ ഒരു കേബിൾ കട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഞാനത് പ്രിഫർ ചെയ്യണില്ല. ഞാൻ അതുകൊണ്ട് അത് ചെയ്തില്ല. ഇപ്പോഴും അത് ഫംഗ്ഷൻ സെറ്റിങ്സിൽ എവിടെയെങ്കിലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യുന്നവർക്ക് ചേഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൽ വീഡിയോസിൽ നമുക്ക് ഏത് ഫയൽ വേണമെങ്കിലും പ്ലേ ചെയ്യാം. നമ്മൾ മുൻപ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്നാണോ ഞാൻ ഇത് കണക്ട് ചെയ്തത് അന്നത്തോടിട്ടുള്ള വീഡിയോ ഇതിലുണ്ട്. അന്നത്തെ അല്ല, ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള വീഡിയോ ഉണ്ട്. ഇപ്പം നമ്മളതിങ്ങനെ പ്ലേ ചെയ്യുകയാണെങ്കിൽ
അതിങ്ങനെ വരും. അതിലിങ്ങനെ സെലക്ട് ചെയ്യാം നമുക്ക് ഏത് ഡേറ്റ് വേണം, അല്ലെങ്കിൽ ഏത് ഇത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരോ ഇത് എടുത്തിട്ട് ഇതിങ്ങനെ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പെൻ ഡ്രൈവ് എടുത്തിട്ട് ഇതിലെ വീഡിയോസ് ഞാൻ അത് ആഡാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റിയും എന്താണെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ ആ വീഡിയോയും കൂടി ഞാൻ ആഡ് ചെയ്യാം. അങ്ങനെയാണ് ഇതിലുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ പ്രത്യേകം അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ 360 ക്യാമറയുടെ റെക്കോർഡിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ്. പക്ഷെ ഞാനത് അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ല. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലാരിറ്റി ഇത്രയല്ല കിട്ടേണ്ടത്. ശരിക്കും ഇൻഡിവിജ്വലായിട്ട് നോക്കുന്ന നേരത്ത് നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് ഓരോ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന വീഡിയോയ്ക്ക്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് കംപ്രസ്സായിട്ട് 4 ക്യാമറയും കൂടി ഒരു ഫയലിൽ സ്റ്റോർ ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നൈറ്റിൽ പാർക്ക് ചെയ്യണ നേരത്തും ഈവൻ റെയിനി ടൈമിലാണെങ്കിലും ഞാൻ റിവേഴ്സ് ക്യാമറയും ഈവൻ ഫ്രണ്ട് ക്യാമറയും ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ആണ് അതിൽ കാണിക്കാറുള്ളത്. പക്ഷേ അത് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോഴാണ് നമുക്കത് കാണാറ്. ഇത് കംപ്രസ്ഡ് ആയിട്ട് ഈ 4 ക്യാമറയിൽ നിന്നും വരുന്ന ഫയലും ഒന്നിച്ച് റെക്കോർഡായിട്ട് വരുമ്പോഴാണ് ക്ലാരിറ്റി കുറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഫോർമാറ്റ് ൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് മനസ്സിലാവണത്, അല്ലാതെ ക്യാമറയുടെ ക്വാളിറ്റി അല്ല. അപ്പോൾ അതൊന്ന് ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. എങ്ങനെയാണ് നമുക്ക് ഇൻഡിവിജ്വൽ റെക്കോർഡിങ് എടുക്കാൻ പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ ഒരു കാർമ നമ്പർ പ്ലേറ്റ് അല്ല, അതുമ്പോൾ എഴുതിയിട്ടുള്ള വളരെ ചെറിയ ഡീറ്റെയിലിംഗ് വരെ റീഡ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ വീഡിയോ ഒരു ഫൈനൽ വീഡിയോ ആയിട്ട് ആരും കൺസിഡർ ചെയ്യരുത്. കാരണം ഇതല്ല ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഔട്ട്പുട്ട്. ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ഇത് കംപ്രസ്ഡ് ഫയൽ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. എങ്കിലും ഞാൻ ഇതിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഒന്ന് നൈറ്റ് ടൈമിലുള്ളതും, ഒന്ന് ഡേ ടൈമിൽ വരുന്ന റെക്കോർഡിങ്ങും, പിന്നെ ഒന്ന് റെയിനി ടൈമിൽ വരുന്ന റെക്കോർഡിങ്ങിൻ്റെയും ഒരു ഔട്ട്പുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ക്ലാരിറ്റി ഇപ്പോൾ ഈ ഫയൽ ഞാൻ പെൻ ഡ്രൈവിൽ നിന്ന് എടുത്തതാണ്. ഇതിനേക്കാൾ ക്ലാരിറ്റിയാണ് നമ്മൾ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ കാറിലുള്ള ബ്ലോ പങ്ക്ട് FD ലോഡഡ് ആയാൽ 900 കാണുമ്പോൾ ഇതിനേക്കാൾ ക്വാളിറ്റിയിലാണ് കാണുന്നത്. അത് ഈ ഫയൽ തന്നെ കാണുന്നത് അതിനേക്കാൾ ക്വാളിറ്റിയിലാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഫയലാകുമ്പോൾ അതിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇൻഡിവിജ്വൽ ഫയൽസ് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത് ഞാനും നോക്കുന്നുണ്ട്. എങ്ങാനും അതിൻ്റെ അപ്ഡേറ്റ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനത് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം, ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്ക് ഈ ക്വാളിറ്റി അല്ല ഇതിന് ഉള്ളതെന്നുള്ളത് നല്ല വിശ്വാസമുണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വീഡിയോ വരേണ്ടത്. അങ്ങനെ ഞാൻ പറയാൻ കാരണം അതിൽ ഡിസ്പ്ലേ കാണിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്വാളിറ്റിയുള്ള വീഡിയോ ആണ് വരേണ്ടതെന്ന് പറയുന്നത്. നമുക്ക് ആ ഓപ്ഷൻ എന്താണ് എന്ന് അറിയാത്തത് കൊണ്ട് ആ വീഡിയോന് ക്വാളിറ്റി ഇല്ല എന്ന് പറയാൻ ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.